റബ്ബറിന് പിന്നാലെ വിലയിടിവ് നിമിത്തം ഏലം കർഷകരും കടുത്ത ദുരിതത്തിൽ. മുടക്കുമുതലിനേക്കാൾ 300 രൂപ വരെ കുറഞ്ഞ വിലയാണ് ഇപ്പോൾ ഏലത്തിന് ലഭിക്കുന്നത്. കടക്കണിയിലായ കർഷകർ ആത്മഹത്യയുടെ വക്കിലാണ്. ഏലക്ക വില കുത്തനെയിടിഞ്ഞതും കീടനാശിനികളുടെയും വളത്തിന്റെയും വിലവർധനവുമാണ് ഏലം കർഷകരെ കൊടിയ ദുരിതത്തിലേക്ക് തള്ളിവിട്ടിരിക്കുന്നത്. നിലവിൽ 550 മുതൽ 650 രൂപ വരെയാണ് ഏലത്തിന് ലഭിക്കുന്നത്. നിലവിലുള്ള ഉൽപാദന ചെലവ് വെച്ച് 850 രൂപയെങ്കിലും ലഭിച്ചെങ്കിലേ കർഷകർക്ക് നഷ്ടമില്ലാതെ കൃഷി മുന്നോട്ട് കൊണ്ടുപോകാനാകൂ. 800 രൂപ 850 രൂപയും മുകളിലൊരു വില കിട്ടിയാലേ നമുക്ക് ഇത് കൃഷി സ്വന്തമായിട്ട്, ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് പണിയുന്നതുകൊണ്ട് 850 രൂപയിലും ഉണ്ടല്ലോ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഇതും കൊണ്ട് മുന്നോട്ട് പോയിട്ട് എന്തെങ്കിലും കാര്യമുള്ളൂ. ബാങ്ക് വായ്പ എടുത്തും സ്വർണം പണയം വെച്ചും ഏലം കൃഷിയിൽ മുതൽ മുടക്കിയ കർഷകരിപ്പോൾ വലിയ കടക്കണിയിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാത്ത നിലയിലേക്ക് പല കർഷകരുടെയും ജീവിതം ദുരിതപൂർണമായി. കയ്യിൽ നിന്ന് സ്വർണം പണയം വെച്ചും വായ്പ എടുത്തുമൊക്കെ ആയിട്ട് 1.5 ലക്ഷം രൂപ ഏലത്തിന്റെ അകത്തേക്ക് ഇത്രയും കാഴ്ച കിടന്ന ഏലത്തിന്റെ അകത്ത് അങ്ങോട്ട് മുടക്കേണ്ട ഒരു അവസ്ഥയായി പ്രാവശ്യം വന്നിരിക്കുന്നത്. റബ്ബർ കർഷകർക്ക് പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കാനെങ്കിലും സർക്കാർ തയ്യാറായെങ്കിൽ തങ്ങളെ പൂർണ്ണമായും അവഗണിക്കുകയാണെന്ന് ഏലം കർഷകർ പറയുന്നു. ഏലകൃഷിക്ക് നേരിട്ട വൻ തിരിച്ചടി ഹൈറേഞ്ച് മേഖലയെ അക്ഷരാർത്ഥത്തിൽ പിടിച്ചുലച്ചിരിക്കുകയാണ്. പ്രതിസന്ധി ഇനിയും തുടർന്നാൽ ആത്മഹത്യയല്ലാതെ മറ്റു വഴികളൊന്നുമില്ലെന്ന് കർഷകരും പറയുന്നു. ഇത് ചെവിക്കൊള്ളേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ്. ക്യാമറമാൻ എബിൻ സാബുവിനൊപ്പം യദു നാരായണൻ, റിപ്പോർട്ടർ, ഇടുക്കി.